ഹായ്, നമസ്കാരം. നമ്മൾ ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സിന്റെ അടുത്ത ഒരു സെഷനാണ്. നമ്മൾ ഇതുവരെ ചെയ്തു വന്നതിന്റെ ഒരു റീക്യാപ്പ് ആയിട്ട് ആണ് ഇന്നത്തെ വീഡിയോ തരുന്നത്. നമ്മൾ കഴിഞ്ഞ 1-2 തവണയായിട്ട് പഠിച്ച സെന്റൻസ് പാറ്റേൺസ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഇത് പറയുമ്പോൾ ആ മാപ്പ് വെച്ചിട്ടുള്ള ഡ്രൈവർ എങ്ങനെയാണ് ട്രാവലർ ഒരു ഡ്രൈവറെ ഗൈഡ് ചെയ്യുന്നതെന്നുള്ളതായിരുന്നു. അത് മാറ്റിയിട്ട് ഇനി നമ്മൾ മറ്റൊരു എക്സാമ്പിളിലൂടെ ഇതേ സംഗതിയെ ഒന്നുകൂടി നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനമാണ് റിവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയെ വീണ്ടും 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 ചെയ്യുക എന്ന് പറയുന്നത് സ്കിൽ അക്വയർ ചെയ്യണമെങ്കിൽ മസ്റ്റാണ്. ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് നമ്മൾ 10,000 hours ഒക്കെ പ്രാക്ടീസ് ചെയ്താലേ നമ്മൾ ആ കാര്യത്തിൽ മാസ്റ്ററി നേടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുക. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രസന്റ് ടൈമിൽ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സംഗതിയാണ്. അതായത് വാട്ട് ഡു ദ പ്ലെയേഴ്സ് ഡു. ഈ സെന്റൻസസ് ഞാൻ ഓൾറെഡി ChatGPT-ക്ക് ഒരു നിർദ്ദേശം നൽകി അവിടെ നിന്ന് കിട്ടിയ സെന്റൻസസ് ആണ്. അപ്പൊ നമ്മൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തത്സമയത്ത് പ്രക്ഷേപണം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലപ്പോഴും അവർ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് സെന്റൻസുകളായിരിക്കും. അതോടൊപ്പം തന്നെ കുറച്ച് മറ്റു തരത്തിലുള്ളതും വരും. പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ ഈ തരം സെന്റൻസുകളെയാണ്. വാട്ട് ഡു ദ പ്ലെയേഴ്സ് ഡു. ഈ പ്ലെയേഴ്സ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? ഇപ്പൊ കമന്റേറ്റേഴ്സ് അതല്ലെങ്കിൽ കമന്ററി പറയുന്നവര് തത്സമയം പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് പറയുന്ന വാക്കുകളാണ്, സെന്റൻസസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ദ സ്ട്രൈക്കർ പാസസ് ദ ബോൾ ടു ഹിസ് ടീംമേറ്റ്. പാസ് ചെയ്യുന്നു, സ്ട്രൈക്കർ ബോൾ ഇതാ പാസ് ചെയ്യുന്നു, ടീംമേറ്റ്സിന് പാസ് ചെയ്യുന്നു. ദ ഗോൾ കീപ്പർ സേവ്സ് ദ ഷോട്ട് വിത്ത് ഈസ്. ഗോൾ കീപ്പർ ആ ഷോട്ടിനെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു, രക്ഷപ്പെടുത്തുന്നു. അതായത് ബോൾ പാസ് ചെയ്യാൻ അനുവദിക്കാതെ അവിടെ സേവ് ചെയ്യുന്നു. ദ റഫറി ബ്ലോസ് ദ വിസിൽ ടു സ്റ്റാർട്ട് ദ മാച്ച്. അങ്ങനെ റഫറി വിസില് ബ്ലോ ചെയ്യുന്നു, വിസിൽ അടിക്കുന്നു. ദ ഡിഫൻഡർ ഇന്റർസെപ്റ്റ്സ് ദ പാസ്. അങ്ങനെ പാസ് കൊടുക്കുന്ന സമയത്ത് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ക്ലിയർസ് ഇറ്റ് വേ. ദ മിഡ്ഫീൽഡർ കൺട്രോൾസ് ദ ബോൾ സ്കിൽഫുള്ളി. മിഡ്ഫീൽഡർ വന്ന് ഉടനെ കൺട്രോൾ ചെയ്യുന്നു, ബോളിനെ കൺട്രോൾ ചെയ്യുന്നു. ദ ഫാൻസ് ചിയർ ലൗഡ്ലി. നോക്കി നിൽക്കുന്നവര്, ഫാൻസ് ചിയർ ചെയ്യുന്ന എല്ലാവരും ഭയങ്കര ആവേശത്തില് സന്തോഷത്തിൽ ശബ്ദമുയർത്തുന്നു, കൈയടിക്കുന്നു. ദ കോച്ച് ഗീവ്സ് ഇൻസ്ട്രക്ഷൻ ടു ദ പ്ലെയേഴ്സ്. പ്ലെയേഴ്സിന് കോച്ച് ഇൻസ്ട്രക്ഷൻ നൽകുന്നു. ദ വിങ്ങർ ക്രോസസ് ദ ബോൾ. ദ ക്യാപ്റ്റൻ ലീഡ്സ് ബൈ എക്സാമ്പിൾ. ദ സബ്സ്റ്റിറ്റ്യൂട്ട് വാംസ് അപ്പ് ഓൺ ദ സൈഡ് ലൈൻസ് റെഡി ടു എൻറ്റർ ദ ഗെയിം. ഇതൊരു ഗെയിമിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ ChatGPT-യോട് ചോദിച്ചു കുറച്ച് സെന്റൻസസ്, ഒരു ഫുട്ബോൾ കമന്ററിയുടെ സാമ്പിൾ സെന്റൻസസ് തരാൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടത്. ജസ്റ്റ് എഴുതി കൊടുക്കും. ഞാൻ കഴിഞ്ഞ ഏതാനും 1-2 വീഡിയോകളിലൊക്കെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡെമോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതുപോലെ നിങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയോ? AI ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയിക്കുക. ഒപ്പം തന്നെ ഇതിലെ ഈ സെന്റൻസസ്, അതായത് സ്ട്രൈക്കർ ബോൾ പാസ് ചെയ്യുന്നു, കീപ്പർ സേവ്സ് ദ ഷോട്ട്, ദ റഫറി ബ്ലോസ്, ദ ഡിഫൻഡർ ഇന്റർസെപ്റ്റ്സ്, കൺട്രോൾസ്, ചിയർ. ഇതൊക്കെ ആക്ഷൻ വേർഡ്സ് ആണ്. ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഈ സെന്റൻസിന്റെ ഒരു ഗതി എന്താണ്. ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് തത്സമയം സംസാരിക്കുന്ന ശൈലിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് സെന്റൻസസ് ഇതാണ്. അവിടെ
മാറ്റം വരുന്നത് ഈ ആക്ഷൻ വേർബിൽ മാത്രമാണ്. ഇനിയിപ്പോ നമ്മള് ഇതേ സംഭവം കഴിഞ്ഞു പോകുമ്പോ ഇയാളോട് ഒരു സുഹൃത്ത് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കും. വാട്ട് ഡിഡ് ദ പ്ലേയേഴ്സ് ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലേയേഴ്സ് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെ ചേഞ്ചസ് ആണ് മാറ്റം വരുത്തേണ്ടി വരിക? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ നമ്മൾ എങ്ങനെയാണ് പാസ്റ്റ് ടെൻസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇവിടെ സ്ട്രൈക്കർ പാസസ് ദ ബോൾ എന്നതിന് പകരം അവിടെ എന്ത് സംഭവിക്കും? ദ സ്ട്രൈക്കർ പാസ്റ്റ് ദ ബോൾ. അവിടെ ഇ ഡി ചേർത്താൽ മതി അല്ലെ. ദ ഗോൾ കീപ്പർ സേവ്ഡ്, ബ്ലൂ, ദ റഫറി ബ്ലൂ, ദ ഡിഫൻഡർ ഇന്റർസെപ്റ്റഡ്, the referee intercepted, controlled, cheered, gave, crossed, led, warmed up. ഇങ്ങനെയുള്ള ആക്ഷൻ വേർഡ്സിനെ ജസ്റ്റ് പാസ്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സെയിം സെന്റൻസസ് നമ്മൾ പാസ്റ്റ് ടൈമിലേക്ക് മാറ്റുകയാണ്. പാസ്റ്റ് ടൈം അതായത് ഒരു സംഭവം കഴിഞ്ഞ ഉടനെ മറ്റൊരാൾക്ക് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇതേ സംഭവങ്ങളെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഈ ആക്ഷൻ വേർബ്സിനെ ജസ്റ്റ് പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ എക്സസൈസ് ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്തിട്ട് അത്തരം സെന്റൻസസിനെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനെ നിങ്ങൾ വിളിച്ച് കാര്യങ്ങൾ പറയുക, ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, എല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അത്രയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വിഷയവുമായി നമുക്കിനി ഫ്യൂച്ചർ, ഭാവിയിൽ, അതായത് ഞാൻ ചെയ്യും എന്ന് പറയാൻ പോകുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോന്റെ ലെങ്ത് പറയുന്നതുകൊണ്ടാണ് ഇത് ചുരുക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.